നമസ്കാരം, ഏഷ്യൻ ഗ്രാഫിലേക്ക് സ്വാഗതം. മനുഷ്യരായി വേഷം മാറി അന്യഗ്രഹ ജീവികൾ നമുക്കിടയിലുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാവുമോ? സിനിമാ കഥയല്ലേ എന്ന് ചിരിച്ചു തള്ളേണ്ട കാര്യമില്ല. ഹാർവാർഡ് സർവകലാശാല തയ്യാറാക്കിയ ഗവേഷണ പ്രബന്ധത്തിലാണ് ഇത് സംബന്ധിച്ച പരാമർശമുള്ളത്. അന്യഗ്രഹ ജീവികൾ അഗ്നിപർവ്വത മേഖലകളിലും ഭൗമാന്തർ മേഖലകളിലും താമസിക്കുന്നുണ്ടെന്നാണ് ഫിലോസഫി ആൻഡ് കോസ്മോളജി എന്ന ശാസ്ത്ര ജേണലിന് നൽകിയിരിക്കുന്ന പ്രബന്ധം പറയുന്നത്. ഇത് ഉടൻ പ്രസിദ്ധീകരിക്കും. ഹാർവാർഡിലെ ടീം ലോമസ്, ബ്രണ്ടൻ കേസ് എന്നീ ഗവേഷകരും മൊണ്ടാന സാങ്കേതിക സർവകലാശാലയിലെ മൈക്കൽ പൂളുമാണ് ഈ പഠനത്തിന് പിന്നിലുള്ളത്. ക്രിപ്റ്റോ ടെറസ്ട്രിയൽ എന്ന ഗൂഢവാദ സങ്കല്പത്തെ അടിസ്ഥാനമാക്കിയാണ് ഗവേഷണം നടത്തിയിരിക്കുന്നത്. അന്യഗ്രഹ ജീവികൾ വേഷം മാറി ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. അവ നമ്മളെ അനുകരിച്ച് നമ്മളുമായി ഇടകലർന്ന് ജീവിക്കുന്നത് തിരിച്ചറിയാനാവില്ലെന്നും ഈ സങ്കല്പം പറയുന്നു. അന്യഗ്രഹ ജീവികൾ ഭൂമിയുടെ ഗതിയും മനുഷ്യജീവിതവും തങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് മാറ്റിവിടുകയാണെന്ന് കരുതുന്നവരുമുണ്ട്. ഈ സാധ്യത ഗവേഷണ പ്രബന്ധം തള്ളിക്കളയുന്നില്ല. ഇങ്ങനെ വേഷം മാറി കഴിയുന്ന അന്യഗ്രഹ ജീവികളെ സന്ദർശിക്കാനായി ഭൂമിയിലെത്തുന്ന വാഹനങ്ങളാകാം UFO എന്ന പേരിലുള്ള തിരിച്ചറിയാനാകാത്ത പേടകങ്ങളെന്ന് ഗവേഷണം നടത്തിയ ശാസ്ത്രജ്ഞർ പറയുന്നത്. ഭൂമിയിലെത്തിയ അന്യഗ്രഹ ജീവികൾ ആദിമകാലത്ത് സാങ്കേതികപരമായി ഉയർന്ന തലത്തിലുള്ള ജീവിതം നയിച്ചിരുന്നു. എന്നാൽ പ്രളയമടക്കമുള്ള പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട് അവരുടെ സംസ്കാരം നശിച്ചു. പക്ഷേ ഈ ജീവിവർഗം പൂർണ്ണമായി നശിച്ചില്ല. ഇവർ അഗ്നിപർവ്വതങ്ങളിലും സമുദ്രത്തിലുമൊക്കെയായി താമസം ഉറപ്പിച്ചു. മനുഷ്യരുടെ രൂപമില്ലാത്ത ക്രിപ്റ്റോകളുമുണ്ട്. ഇവർ ഉരഗങ്ങളോ അല്ലെങ്കിൽ ആൾക്കുരങ്ങുകളോട് സാമ്യമുള്ളവരോ ആണ്. മെക്സിക്കോയിലെ പ്രൊപ്പോക്കേറ്റൽ അഗ്നിപർവ്വതം, US-ലെ ശസ്ത പർവ്വതം തുടങ്ങിയവ ഇവരുടെ താവളങ്ങളാണ്. ഇവിടങ്ങളിൽ അന്യഗ്രഹ പേടകങ്ങളുടെ സാന്നിധ്യം കൂടുതൽ ദൃശ്യമാകുന്നതിന് കാരണവും ഇതാകാമെന്ന് പ്രബന്ധത്തിൽ പറയുന്നു. ഭൂമിയിൽ മാത്രമല്ല ചന്ദ്രനിലും അന്യഗ്രഹ ജീവികളുണ്ടെന്ന സംശയം പ്രബന്ധത്തിലൂടെ ഗവേഷകർ പ്രകടിപ്പിക്കുന്നു. സാധ്യതകൾ മാത്രമാണ് തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതെന്നും ഇത് സത്യമാകണമെന്ന് നിർബന്ധമില്ലെന്നും മുൻകൂർ പറഞ്ഞുകൊണ്ടാണ് പ്രബന്ധം ആരംഭിക്കുന്നത്. ഇത്തരത്തിലുള്ള ക്രിപ്റ്റോ ടെറസ്ട്രിയൽസ് ഉണ്ടാകാനുള്ള സാധ്യത 10% മാത്രമാണെന്നും ഇവർ പറയുന്നു.